കഥയുടെ തുടക്കത്തിൽ കുറച്ചധികം ഉൽക്കകള് ഭൂമിക്ക് നേരെ വരുന്നുണ്ട്. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോ ആയിട്ടുള്ള ജിന്നിനെയാണ്. ജിന്നിന് ഒരു അനിയനും ഉണ്ട്. അനിയനാണെങ്കിൽ ജിന്നിന്റെ കാറ് റിപ്പയർ ചെയ്യാണ്. ജിന്നി കുറെ നാള് പണിയെടുത്തിട്ടും വലിയ രീതിയിൽ സമ്പാദിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇപ്പൊ കാർ റെഡിയാക്കാനായിട്ട് നോക്കിയിട്ട് നടക്കുന്നുമില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഇവരുടെ കമ്പനിയിൽ നിന്ന് ട്രിപ്പ് പോകുന്നുണ്ട്. അങ്ങോട്ട് പോവാണ്. എന്നാൽ ഇവർ രണ്ടുപേരും ചെല്ലാനായിട്ട് വൈകിപ്പോയി. ട്രിപ്പിന് പോകുന്ന ബസ് എടുത്തു കഴിഞ്ഞു. പക്ഷെ ഇവന്മാർ രണ്ടുപേരും എങ്ങനെയൊക്കെ ഓടി ആ വണ്ടിയിൽ കയറുകയാണ്. ആ വണ്ടിയിൽ തന്നെ ഇവരുടെ ബോസ് ഉണ്ട്. അയാളാണ് മെയിൻ. എല്ലാവർക്കും ശമ്പളം കൊടുക്കുന്ന മനുഷ്യനാണ്. അതുപോലെ ജിന്നും അനിയനും വന്നപ്പോ വെക്കേഷന് പോകുന്ന എല്ലാവർക്കും കുറച്ച് ഡ്രിങ്ക്സ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ആ ഡ്രിങ്ക്സ് എല്ലാവർക്കും എടുത്തു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജിന്നിന് ഒരു ക്രഷ് ആയിട്ടുള്ള പെൺകുട്ടിയുണ്ട്. അവളുടെ പേര് മായ എന്നാണ്. എന്നാൽ മായയ്ക്ക് ജിന്നിനോട് വലിയ മൈൻഡ് ഒന്നുമില്ല. ഇപ്പൊ ജിന്നാണെങ്കിൽ അവൾക്ക് കൊണ്ടുവന്ന് ഒരു ബോട്ടിൽ ജ്യൂസ് കൊടുക്കുകയാണ്. എന്നാൽ അവള് വാങ്ങാനായിട്ട് പോകുമ്പോൾ ബോസ് ആ ജ്യൂസ് അങ്ങ് വാങ്ങുകയാണ്. എന്നിട്ട് തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കും. ജിന്നിന്റെ പ്ലാൻ തൽക്കാലത്തേക്ക് നടന്നില്ല. പിന്നീട് ജിന്ന് സീറ്റിൽ പോയിരുന്നിട്ട് അങ്ങനെ യാത്രയ്ക്ക് പോവാണ്. ഇവരുടെ ഈ ബസ് ഉണ്ടല്ലോ, കരയിൽ കൂടെ മാത്രമല്ല പോകുന്നത്, കടലിൽ കൂടെയും പോകും. അങ്ങനെ അവർ കടലിൽ കൂടെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഈ ബസ്സിന് ഒരു ക്യാപ്റ്റൻ ഉണ്ട്. ആ ക്യാപ്റ്റൻ എണീറ്റ് നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ചുമ്മാ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്. അന്നേരം നമ്മുടെ ജിന്നാണെങ്കിൽ അവൻ എടുത്ത ലോട്ടറി പരിശോധിച്ച് നോക്കുകയാണ്. ഇനിയിപ്പോ വല്ല ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിലോ. എന്നാൽ അവൻ നോക്കുമ്പോൾ ഞെട്ടിപ്പോവാണ്. അവൻ 60 മില്യൺ ലോട്ടറി അടിച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ അവനങ്ങ് സന്തോഷം കൊണ്ട് ഇരിക്കാനായിട്ട് വയ്യ. അവൻ ചാടി എണീറ്റിട്ട് തുള്ളാനും ചാടാനൊക്കെ തുടങ്ങുകയാണ്. ക്രഷിനും ബാക്കിയുള്ള ആൾക്കാർക്കും മനസ്സിലാവുന്നില്ല ജിന്നിന് എന്താണ് പറ്റിയെന്നുള്ള കാര്യം. ഇതേ നേരം ക്യാപ്റ്റൻ ബസ് ഓടിച്ച് പോകുന്ന നേരത്ത് ദൂരെയായിട്ട് സുനാമി വരുന്നുണ്ട്. ഇത് കണ്ടിട്ട് ക്യാപ്റ്റൻ പേടിച്ചു പോവാണ്. എല്ലാരോടും സീറ്റിൽ പോയി ഇരിക്കാനായിട്ട് പറയും. ജിന്ന് ഇരിക്കാനായിട്ട് പോകുമ്പോൾ ഈ സുനാമിയുടെ ആഘാതത്തിൽ അവന്റെ കയ്യിലുള്ള ലോട്ടറി തെറിച്ച് വീഴുന്നുണ്ട്. പക്ഷെ അതൊക്കെ എങ്ങനെയോ എടുത്തിട്ട് സീറ്റിൽ പോയി ഇരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുമ്പോൾ ഇവരുടെ ബസ് പോകുന്നതിന്റെ ഓപ്പോസിറ്റ് വലിയൊരു ഷിപ്പ് വരുന്നുണ്ട്. സുനാമിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. സുനാമിയുടെ കൂടെ ഒരു ഷിപ്പ് വരുന്നുണ്ട്. എന്തായാലും ഇവർക്ക് മനസ്സിലായി ഇവരുടെ കാര്യത്തിൽ തീരുമാനമായെന്ന്. പക്ഷെ ക്യാപ്റ്റൻ എങ്ങനെയൊക്കെയോ ഈ ബസ് വെട്ടിച്ച് മാറ്റുകയാണ്. എന്നാൽ ഈ ഷിപ്പിൽ ചെന്ന് ഇടിച്ചിട്ട് അവിടെ ഒരു പൊട്ടിത്തെറിയും നടന്ന് ഈ ബസ് വെള്ളത്തിനടിയിലോട്ട് പോകുന്നുണ്ട്. പക്ഷെ വെള്ളം ഉള്ളിൽ കയറുന്നില്ല. വാട്ടർ പ്രൂഫ് ആണ് സംഭവം. ആ ഒരു ബസ് വെള്ളത്തിനടിയിലൂടെ അങ്ങനെ പോകുമ്പോൾ വലിയൊരു തിമിംഗലം വന്ന് ഈ ബസ്സിനെ തട്ടും. അവസാനം ഈ ബസ് കൺട്രോൾ തെറ്റിയിട്ട് ദൂരോട്ട് തെറിച്ച് പോവാണ്. കട്ട് ചെയ്താൽ നമ്മുടെ ജിന്ന് കണ്ണ് തുറന്ന് നോക്കാണ്. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ജിന്നും ആ ബസ്സിലുള്ള എല്ലാവരും ഒരു ഐലൻഡിൽ വന്ന് പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബസ് ആണെങ്കിൽ ആകെ നശിച്ചിട്ടുമുണ്ട്. ഇപ്പൊ ജിന്ന് എണീറ്റുടനെ അവന്റെ കയ്യിലുള്ള പുസ്തകം എടുത്ത് നോക്കുകയാണ്. ആ പുസ്തകത്തിനകത്ത് അവൻ ലോട്ടറി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ലോട്ടറി സേഫ് ആണ്, കുഴപ്പമൊന്നുമില്ല. എന്നാൽ അവൻ നോക്കുമ്പോൾ അവന്റെ ക്രഷിനെ കാണാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്രഷിനെ തപ്പിയിട്ട് ആ ഐലൻഡിൽ തിരയാനായിട്ട് തുടങ്ങും. അങ്ങനെ നടന്ന് നടന്ന് ഐലൻഡിന്റെ ഉള്ളിലെത്തുമ്പോൾ ഗേൾഫ്രണ്ടിനെ കണ്ടെത്തുകയാണ്. പക്ഷെ അവളുടെ കാൽ അവിടെ കുടുങ്ങിയിരിപ്പുണ്ട്. ജിൻ എത്രയും പെട്ടെന്ന് തന്നെ മായയുടെ അടുത്ത് ഓടി ചെന്നിട്ട് മായയുടെ കാലെടുത്ത് റെഡിയാക്കി കൊടുക്കുകയാണ്. അവളുടെ കാലിൽ ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട്. കല്ലിന്റെ അടിയിൽ നിന്ന് അവളുടെ കാൽ എങ്ങനെയൊക്കെ വലിച്ചൂരി എടുക്കുന്നുണ്ട്. പിന്നീട് അന്ന് രാത്രി ഇവരെല്ലാരും കൂടെ ആ ഒരു ഐലൻഡിൽ തന്നെ ഗുഹ കണ്ടുപിടിച്ചിട്ട് ചെറിയൊരു ഗുഹയ്ക്കുള്ളിലാണ് ഇരിക്കുന്നത്. നല്ല രീതിയിൽ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ പുറത്തിറങ്ങി നടക്കാനൊന്നും പറ്റത്തില്ല. എന്തെങ്കിലും അപകടം പറ്റിയാലോ. അതുകൊണ്ട് ആ ഒരു ചെറിയ ദൂരത്തിലാണ് ഇവരെല്ലാരും കൂടി ഇരിക്കുന്നത്. പിറ്റേ ദിവസം ആകുമ്പോൾ ഇവരെല്ലാരും കൂടെ പുറത്തോട്ടിറങ്ങി വരും. ക്യാപ്റ്റനും എല്ലാവരും ഉണ്ട്. ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഒരു പ്രൊഫസർ ഉണ്ട്. ആ പ്രൊഫസർ ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഭൂമിക്ക് നേരെ ഒരു ഉൽക്ക വരുന്നുണ്ടായിരുന്നു. ആ ഉൽക്ക ഭൂമിയിൽ പതിച്ചാൽ എന്തായാലും ഭൂമിയെല്ലാം നശിച്ചു പോകുമെന്ന് ന്യൂസിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വിവരം പ്രൊഫസർ അവർക്കെല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പൊ ഇവരെല്ലാരും വിചാരിച്ചിരിക്കുന്നത് ഭൂമി അവസാനിച്ചു, ഇവരാണ് അവസാനമായിട്ട് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെന്ന്. നമുക്കറിയില്ല അങ്ങനെയാണോ എന്ന്. മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. അങ്ങനെ വീണ്ടും ഒരു ദിവസം കടന്നു പോവാണ്. ഇവർക്ക് വിശപ്പ് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ കാട്ടിനുള്ളിലോട്ട് ഭക്ഷണം തേടി പോവാണ്. ഇവർക്ക് ആർക്കും മരം കയറാനൊന്നും അറിയത്തില്ല. എന്നാൽ ക്യാപ്റ്റന് മാത്രം മരം കയറാനായിട്ട് അറിയാം. ക്യാപ്റ്റൻ മരത്തിൽ കയറിയിട്ട് എല്ലാവർക്കും കഴിക്കാനായിട്ട് എന്തൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ പറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അവരും അതെടുത്ത് കഴിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ജിന്നും വേറെ കുറച്ച് ആൾക്കാരും കൂടെ എന്തൊക്കെയോ സാധനങ്ങൾ വെച്ചിട്ട് ഒരു റേഡിയോ ഡിവൈസ് ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അതുവഴി സിഗ്നൽ വലിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. പക്ഷെ സിഗ്നൽ കിട്ടുന്നില്ല. ഇത് കണ്ടിട്ടായിരിക്കും ക്യാപ്റ്റൻ അങ്ങോട്ട് വരുന്നത്. ക്യാപ്റ്റൻ അവരോട് എല്ലാവരോടും കൂടെ പറയാണ്, ലോകം അവസാനിച്ചു, ഇനി നമ്മൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ആരും കിട്ടാനായിട്ട് പോകുന്നില്ല എന്ന്. വീണ്ടും ദിവസം കടന്നു പോകുന്നതനുസരിച്ച് ക്യാപ്റ്റൻ എല്ലാവർക്കും ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. എന്നാൽ ക്യാപ്റ്റൻ അഹങ്കാരമായി തുടങ്ങിയിട്ടുണ്ട്. ക്യാപ്റ്റൻ ഉള്ളത് കൊണ്ടാണല്ലോ ഇവരെല്ലാരും ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ഇവരോടെല്ലാരോടും ആ ഒരു ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ബോസ് ആണെങ്കിൽ വിശന്നിട്ട് കുറച്ചുകൂടെ ആഹാരം ചോദിക്കും. എന്നാൽ ബോസ് വലുതായിട്ട് പണിയൊന്നും എടുത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ ബോസിനോട് ദേഷ്യപ്പെടുകയാണ്. ബോസിനെ അടിക്കുന്നുണ്ട്. ബോസിന്റെ കൂടെ തന്നെ ബോസിന്റെ ഒരു അസിസ്റ്റന്റും ഉണ്ട്. അവനെ അടിക്കുന്നുണ്ട്. എന്നിട്ട് നിനക്കൊക്കെ വേണമെങ്കിൽ പണിയെടുത്ത് തിന്നണോന്ന് പറഞ്ഞ് നല്ല രീതിയിൽ അപമാനിക്കുകയാണ്. വീണ്ടും ഇവരെല്ലാരും കൂടെ കാട്ടിൽ അലയാനായിട്ട് തുടങ്ങും. അങ്ങനെ അലഞ്ഞലഞ്ഞ് കാട്ടിൽ വലിയൊരു ഗുഹ കണ്ടുപിടിക്കുന്നുണ്ട്. ഇവർക്ക് സേഫ് ആയിട്ട് കാറ്റിലും മഴയിലും നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു ഗുഹ. ആ ഗുഹയിലോട്ട് ഇവരെല്ലാരും കൂടെ കയറി ചെന്നിട്ട് അതിന്റെ ഉള്ളിൽ തീയിട്ടിരിക്കുകയാണ്. അതുപോലെ ക്യാപ്റ്റൻ ഇപ്പോഴും നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടിട്ടാണ് എല്ലാരോടും സംസാരിക്കുന്നത്. അയാൾ ഇവരുടെ എല്ലാവരുടെയും നേതാവ് പോലാണ് അയാൾ വിചാരിച്ചിരിക്കുന്നത്. കാരണം അയാളാണല്ലോ ഇവർക്ക് എല്ലാവർക്കും ഫുഡ് എത്തിച്ചു കൊടുക്കുന്നത്. അയാൾ ഇല്ലെങ്കിൽ ഇവർക്ക് ആർക്കും ഫുഡ് കിട്ടത്തില്ല. കാരണം ഇവർക്ക് ആർക്കും എങ്ങനെ ഫുഡ് ഒപ്പിക്കണമെന്ന് പോലും അറിയത്തില്ല.
മരത്തിൽ കയറാൻ അറിയത്തില്ല, മീൻ പിടിക്കാൻ അറിയത്തില്ല, എങ്ങനെ സർവൈവ് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അങ്ങേർക്ക് നല്ല രീതിയിൽ അഹങ്കാരമുണ്ട്. ആർക്ക്? ക്യാപ്റ്റന് അഹങ്കാരമുണ്ട്. ക്യാപ്റ്റൻ ഇല്ലെങ്കിൽ ഈ മനുഷ്യർ പട്ടിണി കിടക്കുമെന്ന് ക്യാപ്റ്റൻ അറിയാം. എന്തായാലും അന്ന് രാത്രിയാവുന്ന നേരത്ത് മായയില്ലേ, അതായത് ജിന്നിന്റെ ക്രഷ് ആണെങ്കിൽ ആ ഗുഹയിൽ നിന്ന് ഒറ്റയ്ക്ക് പുറത്തോട്ടിറങ്ങി പോകുന്നുണ്ട്. കൂടെ തന്നെ അവളുടെ പിന്നാലെ ജിന്നും ചെല്ലുന്നുണ്ട്. മായ ആണെങ്കിൽ ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനായിട്ട് അലറാനായിട്ട് നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ ജിന്ന് പെട്ടെന്ന് തന്നെ അലറുക. ഇത് കേട്ടിട്ട് അവൾക്ക് ദേഷ്യം വന്നിട്ട് ജിന്നിന്റെ മുമ്പിൽ വന്ന് അവൾ അങ്ങ് അലറുകയാണ്. പിന്നീട് ദിവസങ്ങൾ കടന്നു പോകുന്നതനുസരിച്ച് ഇവരെല്ലാരും അവിടെ അതിജീവിക്കാനായിട്ട് തുടങ്ങുകയാണ്. മീൻ പിടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെയോ ഫ്രൂട്ട്സ് ഒപ്പിക്കുന്നുണ്ട്, പിന്നെ പച്ചക്കറികൾ, അതായത് അവിടെ നിൽക്കുന്ന കാട്ടു പച്ചക്കറികളൊക്കെയാണ് പറിച്ചു തിന്നുന്നത്. എന്തായാലും അതൊക്കെ കഴിച്ച് ഒരു 10-20 ദിവസം അവിടെ കടന്നു പോകുന്നുണ്ട്. ഈ നേരങ്ങളിലെല്ലാം നമ്മുടെ ഹീറോ ആയിട്ടുള്ള ജിന്നാണെങ്കിൽ ആ കാട്ടിലെല്ലാം ചെന്ന് അലയാനായിട്ട് തുടങ്ങും. അവസാനം അലഞ്ഞലഞ്ഞ് ആ ഒരു ഐലൻഡ് മൊത്തം തപ്പിയിട്ട് അവൻ ഒരു കാര്യമാണ് മനസ്സിലായത്, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് സാധിക്കത്തില്ല, കാരണം അതൊരു ഐലൻഡ് ആണെന്ന്. അവൻ അതൊരു ഐലൻഡ് ആണെന്ന് കണ്ടുപിടിച്ചു. അത്രയും ദിവസം അവിടെ എല്ലാം ചുറ്റി നടന്നിട്ട്, കാരണം എവിടെ ചെന്നാലും അവസാനം എത്തിപ്പെടുന്നത് കടലിലോട്ടാണ്. എന്തായാലും ഈ ഒരു കാര്യം കണ്ടുപിടിച്ചിട്ട് അന്ന് രാത്രി ജിന്ന് ഗുഹയിലോട്ട് തിരിച്ചു വരികയാണ്. അവിടെ വന്നിട്ട് ഗേൾ ഫ്രണ്ടിനോട് ഈ ഒരു കാര്യം പറയും, അതായത് നമ്മളെല്ലാരും ഒരു ഐലൻഡിലാണ് നിൽക്കുന്നത്, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണം. ചിലപ്പോൾ ലോകം അവസാനിച്ചിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ അവസാനിച്ചിട്ടില്ലായിരിക്കാം. ജിൻ അനിയന്റെ അടുത്തും അതുപോലെ തന്നെ മായയോടും പറയുമ്പോഴായിരിക്കും മറ്റേ ക്യാപ്റ്റൻ ആണെങ്കിൽ അവിടെ വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതായത് ക്യാപ്റ്റൻ ഉള്ളതുകൊണ്ടാണ് ഫുഡ് കൊണ്ടുവന്നത്, ഇല്ലെങ്കിൽ ഫുഡ് കിട്ടാൻ നിങ്ങൾ എല്ലാവരും മരിച്ചു പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ക്യാപ്റ്റന് നമ്മുടെ ജിൻ അവരോട് സംസാരിക്കുന്നത് ഇഷ്ടപ്പെടത്തില്ല. നീ ആരോട് ചോദിച്ചിട്ട് അവരോട് സംസാരിച്ചെന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ വന്നിട്ട് ജിന്നുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അവസാനം ഇവര് തമ്മിൽ ഫൈറ്റ് ആവും. പക്ഷെ നമ്മുടെ ജിന്നിന് ക്യാപ്റ്റന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്തായാലും അടിയുടെ അവസാനം ക്യാപ്റ്റന്റെ മുമ്പിൽ ജിന്ന് തോറ്റുപോവാണ്. ജിന്നിനെ പിടിച്ച് കയറിൽ കെട്ടിയിടും. പിന്നീട് അനിയനാണ് വന്ന് ജിന്നിനെ രക്ഷിക്കുന്നത്. പിറ്റേ ദിവസം ആകുമ്പോൾ ജിന്നും അനിയനും കൂടെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് നിൽക്കുകയാണ്. കൂടെ തന്നെ ആ ലോട്ടറി എടുത്തു വെച്ചിട്ടുണ്ട്. ഇവര് പോകാനായിട്ട് നിൽക്കുമ്പോൾ അങ്ങോട്ട് ക്രഷ് വരുന്നുണ്ട്, അതായത് മായയില്ലേ. മായ വന്നിട്ട് പോണ്ട, ഇവിടെ നിൽക്കുന്നതായിരിക്കും നല്ലത്, പുറത്തങ്ങനെ ഒരു ലോകം ഇല്ലാതെ നശിച്ചു പോയെന്ന് പറയുമ്പോഴായിരിക്കും ജിന്ന് പതിയെ നടന്ന് അവളുടെ അടുത്തോട്ട് വന്നിട്ട് കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. എന്നാൽ അവൾ ഇല്ല എന്നാ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് അവളെ കയറി ഉമ്മ വെക്കാനായിട്ട് പോകും. പക്ഷെ അവളെ തള്ളി മാറ്റാണ്, അവനെ കൊണ്ട് കഴിയുന്നില്ല. അവസാനം അവളുടെ വിരലിലാണ് അവൻ ഉമ്മ വയ്ക്കുന്നത്, കാരണം അവള് മുഖത്ത് പിടിച്ചേക്കില്ലേ. ഇതിന്റെ ഇടയിൽ തന്നെ ജിന്ന് വിളിച്ചു പറയുന്നുണ്ട് അവളോട്, എന്റെ കയ്യിൽ ലോട്ടറി ഉണ്ട്, 60 മില്യൺ ആണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ ഞാൻ ലോട്ടറിയും കൊണ്ട് പോകാൻ പോവാണ്, അവിടെ ചെന്ന് നല്ല സുഖമായിട്ട് ജീവിക്കുമെന്ന്. ഇതും പറഞ്ഞിട്ട് അനിയനും ചേട്ടനും കൂടെ ഒരു വഞ്ചി ഉണ്ടാക്കി ആ വഞ്ചിയും തുഴഞ്ഞ് കടലിലൂടെ അങ്ങനെ പോവാണ്. ഇവരങ്ങനെ തുഴഞ്ഞു ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു പോളാർ ബിയർ ചത്ത് കിടക്കുന്നുണ്ട്. അതിനെ നോക്കിയിട്ട് മുമ്പിലോട്ട് നോക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല, കാരണം അവിടെ മൊത്തം ഇരുട്ടാണ്, ആകാശം മൊത്തം ഇരുണ്ടിരിക്കുകയാണ്. ഇവരത് കണ്ടിട്ട് എന്താ വിചാരിക്കുക, ലോകം അവസാനിച്ചു, ഇനി അങ്ങോട്ട് പോകാനായിട്ടൊന്നും പറ്റത്തില്ല എന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു പോളാർ ബിയറിനെ എടുത്തിട്ട് ഇവന്മാർ കരയ്ക്ക് തിരിച്ചു വരും. എന്നാൽ ക്യാപ്റ്റനും ആൾക്കാരും വെറുതെ വിടുമോ? ഇവന്മാർ ഇവിടെ നിന്ന് തുഴഞ്ഞു പോകാനായിട്ട് നോക്കിയതല്ലേ, അതുകൊണ്ട് നീയൊക്കെ ഒരു 1000 തവണ തുഴയടാന്ന് പറഞ്ഞിട്ട് ഇവന്മാർ ആ കരയ്ക്ക് പിടിച്ചിരുത്തി തുഴയിക്കുന്നുണ്ട്. ജിന്നിനും അനിയനും വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ തുഴയാണ്. അതുപോലെ തന്നെ ക്രഷ് ഇവരോട് എല്ലാവരോടും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിന്നിന് ലോട്ടറി അടിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ജിന്നിന്റെ ലോട്ടറി ചെക്ക് ചെയ്യാനായിട്ട് എല്ലാവരും ജിന്നിന്റെ അനുവാദം ഇല്ലാതെ ജിന്നിന്റെ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ജിന്ന് ലോട്ടറി തട്ടിപ്പറിച്ചിട്ട് അവന്റെ കയ്യിൽ സൂക്ഷിച്ചു വെക്കുകയാണ്, ആർക്കും കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ജിന്നിനും അനിയനും അവന്മാരുടെ അടി കിട്ടുന്നുണ്ട്, പ്രത്യേകിച്ച് ക്യാപ്റ്റന്റെ നിന്നാണ് അടി കിട്ടുന്നത്. ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ബോസ് ആണെങ്കിൽ ലോകം എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ച് ഒരു പാറയുടെ മുകളിൽ വന്നങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ അങ്ങേറയിൽ പേഴ്സ് ഉണ്ട്, അതിനകത്ത് നിറച്ചും പൈസയാണ്. ആ പൈസ എടുത്ത് പറത്തിക്കളയാണ്. ഈ ബോസിന് ഒരു മോളും ഭാര്യയുണ്ട്, അവരെ ഇനി കാണാനായിട്ട് പറ്റത്തില്ല, അവര് മരണപ്പെട്ടു പോയെന്ന് വിചാരിച്ചിട്ടാണ് പേഴ്സിലുള്ള പൈസ എല്ലാം കൂടെ എടുത്ത് പറത്തിക്കളയുന്നത്. പിന്നീട് ക്യാപ്റ്റൻ ആണെങ്കിൽ, അതായത് ആ ഒരു വെകിളിയില്ലേ എല്ലാരെയും ഭരിക്കുന്ന ആ വെകിളി, അവനാണെങ്കിൽ ആ പോളാർ ബിയറിനെ കീറി വലിയൊരു സോഫയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോസ് ആണെങ്കിൽ ജിന്നിന്റെ അടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് ജിന്നിനോട് എന്റെ കൂടെ ചേരുന്നോ, ക്യാപ്റ്റന് നമുക്കൊരു പാഠം പഠിപ്പിക്കാന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻ അങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷെ അവര് പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല. നിന്നോടൊക്കെ ആരാടാ വെറുതെ ഇരിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ബോസിനെയും അതുപോലെ തന്നെ നമ്മുടെ ജിന്നിനെയും കൂടെ പണിക്ക് പറഞ്ഞു വിടുകയാണ്, മീനെ പിടിക്കാനായിട്ട് പറഞ്ഞു വിടുകയാണ്. അതുപോലെ തന്നെ ഈ ക്യാപ്റ്റൻ ആണെങ്കിൽ ഇപ്പൊ പണിയൊന്നും എടുക്കുന്നില്ല, ഒരു രാജാവിനെ പോലെ ആ കാട്ടിൽ അങ്ങനെ കഴിയും. ബാക്കിയുള്ള ആൾക്കാരെ പണിക്ക് വിട്ടിട്ട് മീനും അതുപോലെ തന്നെ കഴിക്കാനുള്ള സാധനങ്ങളും കൊണ്ടുവരും. എന്നിട്ട് അവര് കൊണ്ടുവരുന്നതെന്ന് ഇയാളെടുത്ത് തിന്നും. എന്തായാലും നമ്മുടെ ജിന്നും അതുപോലെ തന്നെ ബോസും കൂടെ കാട്ടിൽ പോയിക്കല്ലേ. അവര് പോകുന്ന വഴിക്ക് തന്നെ ബോസ് ജിന്നിനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ക്യാപ്റ്റൻ ഇങ്ങനെ വിട്ടാൽ ഒരിക്കലും ശരിയാവത്തില്ല, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്നിക്കാം, എന്നിട്ടൊരു സാമ്രാജ്യം കെട്ടാന്ന് പറഞ്ഞിട്ട് ജിന്നിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അന്നത്തെ ദിവസം ഒരു മീനെയൊക്കെ പിടിച്ചിട്ട് തിരിച്ച് ഗുഹയിൽ വരികയാണ്. എല്ലാവർക്കും മീൻ ചുട്ടു കൊടുക്കുന്നുണ്ട്. ഈ മീൻ കഴിക്കുന്ന സമയത്ത് ബോസ് ആണെങ്കിൽ എണീറ്റ് നിന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയാനായിട്ട് തുടങ്ങും. അവിടെയുള്ള ആൾക്കാരോടാണ് പറയാനായിട്ട് തുടങ്ങുന്നത്, ഇവിടെ നിങ്ങൾ അടിമയായിട്ട് കിടന്നിട്ട് കാര്യമില്ല, നിങ്ങൾ ക്യാപ്റ്റന്റെ അടിമ മാത്രമാണ്, നിങ്ങൾ പണിയെടുത്തിട്ട് ക്യാപ്റ്റന് കൊണ്ടു കൊടുക്കണം, എന്തിനാ ഇങ്ങനെ അടിമയായിട്ട് ജീവിക്കുന്നത്, നമുക്ക് നല്ല സ്ഥലം കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെ ചേർക്കുന്നുണ്ട്. അതായത് ക്യാപ്റ്റന്റെ സ്വഭാവം ഇഷ്ടമല്ലാത്ത കുറച്ചധികം ആൾക്കാരുണ്ട്. അവരെല്ലാരും അതുപോലെ തന്നെ ബോസും നമ്മുടെ ജിന്നും ക്യാപ്റ്റനെതിരെ പ്രതിഷേധിക്കുകയാണ്, നമുക്കിവിടെ നിൽക്കണം,
പേടിക്കണ്ട, ക്യാപ്റ്റന്റെ സ്വഭാവം ശരിയല്ല, വളരെയധികം മോശമാണെന്ന്. എന്തായാലും ഇവരെല്ലാരും കൂടെ ആ ഒരു ഗുഹ വിട്ട് പോകാനായിട്ട് തീരുമാനം എടുക്കുകയാണ്. ജിന്ന് നമ്മുടെ അനിയനെ വിളിക്കുമ്പോൾ അനിയന് വരാനായിട്ട് താല്പര്യമില്ല. അവന് പേടിയാണ്, ഇനി പട്ടിണി കിടന്ന് ചാവേണ്ടി വന്നാലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജിന്നും വേറെ കുറച്ച് ആൾക്കാരും ബോസിന്റെ ആൾക്കാരും കൂടെ കുറച്ചധികം പന്തം എടുത്തിട്ട് ആ കാട്ടിലൂടെ യാത്ര തിരിക്കും. അതുപോലെ തന്നെ ക്രഷ് വന്നിട്ടില്ല, അത് ഓർക്കണം. ക്രഷ് നമ്മുടെ ക്യാപ്റ്റന്റെ ടീമാണ്. അങ്ങനെ അവരെല്ലാരും കൂടെ ആ ഒരു കാട്ടിലൂടെ യാത്ര തിരിക്കും. അവസാനം നടന്ന് വലിയൊരു ഷിപ്പ് കണ്ടെത്തുന്നുണ്ട്, തകർന്ന ഒരു ഷിപ്പ്. ആ ഷിപ്പിന്റെ ഉള്ളിൽ കയറി നോക്കുമ്പോൾ അവർക്ക് താമസിക്കാൻ പറ്റുന്ന ഷിപ്പാണ്. എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരെല്ലാരും കൂടെ ഈ ഷിപ്പ് കണ്ട സന്തോഷത്തിൽ നിൽക്കുമ്പോഴായിരിക്കും പിന്നിലായിട്ട് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, അനിയനാണ്. അനിയനെ ഇവരുടെ പിന്നാലെ വന്നിട്ടുണ്ട്. അവൻ വരുന്നില്ല എന്ന് പറഞ്ഞല്ലായിരുന്നോ, പക്ഷെ വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ജിന്നിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അതേപോലെ ആ ഷിപ്പിൽ നിന്ന് അവർക്ക് നെറ്റ് കിട്ടിയിട്ടുണ്ട്, മീൻ പിടിക്കുന്ന വലയില്ലേ, അത് കിട്ടിയിട്ടുണ്ട്. അത് എടുത്തിട്ട് പിറ്റേ ദിവസം നമ്മുടെ ജിന്നും അതുപോലെ തന്നെ അനിയനും കൂടെ കടലിൽ വന്നിട്ട് മീൻ പിടിക്കുകയാണ്. ഇവർക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ തുള്ളി ചാടിയിട്ടൊക്കെയാണ് മീൻ പിടിക്കുന്നത്. പിന്നീട് ക്രഷ് ഇല്ലേ, അതായത് മായ കാട്ടിൽ മീൻ പിടിക്കാനായിട്ട് വരുമ്പോൾ മീനൊന്നും കിട്ടിയിട്ടില്ല. മായയുടെ കൂടെ തന്നെ വേറെ കുറെ ലേഡീസും ഉണ്ടായിരുന്നു. അവരെല്ലാരും കൂടെ വിഷമിച്ച് തിരിഞ്ഞു പോകുമ്പോൾ മായയാണെങ്കിൽ ഒരു കാര്യം കാണാണ്. അതായത് വലിയൊരു സഞ്ചി നിറച്ച്, വലിയൊരു കുട്ട നിറച്ച് മീൻ ഇരിക്കുന്നു. അത് ചെന്ന് സന്തോഷത്തോടെ എടുക്കുകയാണ്. അത് അവിടെ കൊണ്ടുവച്ചത് മറ്റാരുമല്ല, നമ്മുടെ ജിൻ തന്നെയാണ്. ജിൻ ആ നെറ്റ് ഉപയോഗിച്ച് മീനെ പിടിച്ചിട്ട് അവൾക്ക് കൊണ്ടുകൊടുത്തതാണ്. എന്തായാലും അവൻ അവളോട് ഒരുപാട് ഇഷ്ടമില്ലേ, ആ ഒരു ഇഷ്ടം കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. അവൾ അത് കണ്ടിട്ട് ഇംപ്രസ് ആവുന്നുണ്ട്. ഇപ്പൊ ഇത് കണ്ടിട്ട് കുറെ അധികം ലേഡികൾ അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. അവര് വന്നിട്ട് ആ മീനും വാങ്ങിച്ച് ജിന്നിനെയും അതുപോലെ തന്നെ മായേനെയും അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവാണ്. എന്തായാലും ജിന്നിന് മായേനെ ഒറ്റയ്ക്ക് കിട്ടിയതില്ലേ, എന്റെ കൂടെ വന്നാൽ ഞാൻ കുറച്ചധികം കാര്യങ്ങൾ കാണിച്ചു തരാന്ന് പറഞ്ഞ് അവളെയും വിളിച്ചൊരു സ്ഥലത്ത് വരും. എവിടാന്നറിയാമോ, ഷിപ്പിലാണ് വരുന്നത്. എന്നിട്ട് അവളുടെ തല കഴുകി കൊടുക്കുകയാണ്. ഈ ഷിപ്പിൽ തന്നെ സോപ്പും ഷാമ്പൂ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവളുടെ തലയൊക്കെ കഴുകി കൊടുക്കുകയാണ്. കുറെ നാളായില്ലേ തലയൊക്കെ കഴുകിയിട്ട്, അതുകൊണ്ട് തന്നെ അവൾക്ക് അസ്വസ്ഥത ഉണ്ടായിരുന്നു. അതുകൊണ്ട് കഴുകി കൊടുക്കുകയാണ്. അങ്ങനെ അവർ ഷിപ്പിൽ കുറെ നേരം പങ്കിടുമ്പോൾ അവർ അത്യാവശ്യം അടുക്കുകയാണ്. പിന്നീട് ഇവരാണെങ്കിൽ ഒരു ഇരുട്ട് റൂമിൽ പോയിട്ട് ലൈറ്റർ കത്തിച്ച് ഓരോ അഭിനയം കാഴ്ചവെക്കുകയാണ്. അത് അവൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ ജിൻ ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുമ്പോഴേ. എന്നാൽ അന്നേരമായിരിക്കും അങ്ങോട്ട് ബോസ് വരുന്നത്. ബോസ് വന്നത് കൊണ്ട് തന്നെ മായ ആണെങ്കിൽ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് മാറിപ്പോവാണ്. മായ മാറിപ്പോയതും നമ്മുടെ ബോസ് ജിന്നിനോട് പറയുന്നുണ്ട്, എന്തായാലും അവൾക്ക് നിന്നെ ഇഷ്ടമാണ്, അവൾ എന്തായാലും വീണ്ടും നിന്നെ തേടി വരുമെന്ന്. ഇതും പറഞ്ഞിട്ട് ബോസ് പുറത്തോട്ടിറങ്ങി വരുമ്പോഴായിരിക്കും ക്യാപ്റ്റനും ക്യാപ്റ്റന്റെ ആൾക്കാരും ഈ ഷിപ്പിൽ കയറി വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണ്. അവർക്ക് ഷിപ്പ് കാണുമ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടുകയാണ്. ആ ഗുഹയെ കാട്ടി ഒരുപാട് ഭേദമാണ് ഈ ഒരു ഷിപ്പ്. ഇവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ താമസിക്കാനായിട്ട് പറ്റും. എന്നാൽ നമ്മുടെ ബോസ് ഒരു കാര്യം പറയാണ്, നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ താമസിക്കാം, പക്ഷെ ഞാനായിരിക്കും ബോസ്. ഞാൻ പറയുന്നത് കണക്ക് കേട്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. അതിനു മുമ്പ് നമുക്കൊരു കറൻസി ഉണ്ടാക്കണം. അതായത് നമ്മുടെ പൈസയില്ലേ, അതേപോലെ കുറച്ച് രൂപകൾ ഉണ്ടാക്കണം. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇവരുടെ കുറച്ച് കാർഡുകളുണ്ട്. ഓരോ കാർഡിനും ഓരോ വാല്യൂ ആണ്. ഒരു കാർഡ് കൊടുത്താൽ 30 മീൻ കിട്ടുമെങ്കിൽ ഒരു കാർഡ് കൊടുത്താൽ 5 മീനെ കിട്ടും. അങ്ങനെ ഓരോ കാർഡ് അവർ വെക്കുകയാണ്. അതനുസരിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ ജീവിക്കാന്ന് വന്ന ആൾക്കാരോട് പറയും. എന്നാൽ ക്യാപ്റ്റൻ ഇത് ഇഷ്ടപ്പെടത്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞ കാര്യം മനസ്സിലായോ? അതായത് കുറച്ച് ആൾക്കാർ കാട്ടിൽ പോയിട്ട് ഫ്രൂട്ട്സ് പറിച്ചുകൊണ്ട് വന്നെന്ന് വെച്ചോ, ആ ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഇവർക്ക് കാർഡ് വാങ്ങാം. ആ കാർഡ് കൊടുത്ത് അവർക്ക് മീൻ വാങ്ങിച്ച് തിരിച്ചു പോവാം. നെറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഷിപ്പിലുള്ള ആൾക്കാർക്ക് ഒരുപാടധികം മീനെ പിടിക്കാനായിട്ട് പറ്റും. അപ്പൊ അവർക്ക് മീൻ കൊടുത്തിട്ട് കാർഡ് വാങ്ങാം, കാർഡ് കൊടുത്തിട്ട് ഫ്രൂട്ട്സും പച്ചക്കറികളും വാങ്ങാം. ഇതാണ് പ്ലാൻ. ഇത് അനുസരിക്കുന്ന കുറച്ചധികം ജനങ്ങളുണ്ട് ക്യാപ്റ്റന്റെ കൂട്ടത്തിൽ. ഇത് അനുസരിക്കാന്ന് സമ്മതിക്കുന്ന കുറച്ച് ജനങ്ങളുണ്ട്. എന്നാൽ വേറെ കുറച്ച് ആൾക്കാരും ക്യാപ്റ്റനും അവിടുന്ന് പിണങ്ങിപ്പോവാണ്. ഞങ്ങളെ കൊണ്ടൊന്നും ഇതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് പിണങ്ങിപ്പോവും. അവര് പോയതും നമ്മുടെ ബോസ് ഷിപ്പിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി പോകുമ്പോൾ ജിന്നും അനിയനും പിന്നാലെ ഓടി ചെല്ലുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണ്ടേ, ഈ കറൻസി ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ ഇരുന്നാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ ബോസ് പറയും, പുറത്ത് അങ്ങനെ ഒരു ലോകമില്ല, ഇവിടെ താമസിക്കുന്നതാണ് നല്ലത്. എന്നാൽ ജിന്നിന് ഇത് ഇഷ്ടപ്പെടത്തില്ല. പുറത്ത് നല്ലൊരു ലോകമുണ്ട്, ഞാൻ ആ ലോകം കണ്ടെത്തുമെന്ന് പറഞ്ഞിട്ട് അനിയനെയും വിളിച്ച് അവന്മാരുടെ ഇടയിൽ നിന്ന് പിണങ്ങി പോവാണ്. എന്നാൽ അവർ പിണങ്ങി പോയിട്ട് ഇവർക്ക് അങ്ങനെ ഒരു ലോകം കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണമെങ്കിൽ ബോട്ട് വേണ്ടേ, പക്ഷെ അവരുടെ ബോട്ടൊന്നും ഇല്ല. എന്തായാലും കുറെ ദിവസം കടന്നു പോവാണ്. ഇവരൊരു സ്ഥലം കണ്ടെത്തുന്നുണ്ട്. അവിടാണ് ഇവർ താമസിക്കുന്നത്. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാന്നുള്ള പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ ബോട്ട്, അതായത് ആ ഒരു കാട്ടിൽ തന്നെ കേടായി കിടക്കുന്ന ഒരു ബോട്ട്, അതിനകത്താണ് ഇവർ താമസിക്കുന്നത്. അതുപോലെ തന്നെ ജിന്നിന്റെ കയ്യിലുള്ള പുസ്തകം വെച്ചിട്ട് ലോട്ടറിയുടെ എക്സ്പയറി എന്നാണ് കഴിയുന്നതെന്ന് നോക്കുന്നുണ്ട്. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അതിനുള്ളിൽ ഇവർ ആ ലോകത്ത് എത്തിപ്പെടുവാണെങ്കിൽ മാത്രമേ ആ ലോട്ടറിയുടെ പൈസ ഇവർക്ക് വാങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ലോകം ഉണ്ടോ എന്ന് അറിയത്തില്ല. നശിച്ചില്ലേ എന്നൊന്നും അവർക്ക് അറിയത്തില്ല. ഇവരവിടെ അങ്ങനെ താമസിക്കുമ്പോൾ ഇവർക്ക് കഴിക്കാനായിട്ടൊന്നും ഫുഡില്ല. എത്ര മീൻ പിടിക്കാൻ നോക്കിയിട്ടും നടക്കുന്നില്ല. അവസാനം അവർ ഗതി കെട്ടിട്ട് ആ ഒരു ഷിപ്പിൽ തിരിച്ചു ചെല്ലുകയാണ്. അവിടെ ചെന്ന് കുറച്ച് മീൻ ചോദിക്കും, കഴിക്കാനായിട്ട് മീൻ തരാമോന്ന്. പക്ഷേ ആ ബോട്ടിലുള്ള ബോസിന്റെ ആൾക്കാരാണെങ്കിൽ അനിയനെയും ചേട്ടനെയും കൂടെ പുറത്തോണ്ട് വിളിച്ചോണ്ട് പോയി ചവിട്ടിക്കൂട്ടാണ്. ഇവന്മാരെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. അനിയൻ അടി കിട്ടാതിരിക്കാൻ ജിന്ന് അനിയനെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. ബോസ് നേരത്തെ ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു. എന്നാൽ അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ വളരെയധികം മോശപ്പെട്ട ഒരു മനുഷ്യനായി മാറി. അതുപോലെ തന്നെ ബോസിന്റെ ഒരാളുണ്ടല്ലോ, അതായത് ബോസിന്റെ കൂടെ ഉള്ള ആള്, അയാളാണ് ജിന്നിനെയും അനിയനെയും പൊതിരേ തല്ലുന്നത്. ഇവർ
ഇവർക്ക് അങ്ങേരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇവർ അടി കൊണ്ട് അങ്ങനെ കിടക്കുമ്പോഴായിരിക്കും നമ്മുടെ മായയാണെങ്കിൽ ബോസിനെ കാണാനായിട്ട് വന്നിരിക്കുന്നത്. ബോസ് മായനെയും വിളിച്ച് അകത്തോട്ട് പോകുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമ്മുടെ ജിന്നാണെങ്കിൽ മായനെ തെറ്റിദ്ധരിക്കുകയാണ്, അതായത് ബോസും മായയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോന്ന്. അന്ന് രാത്രി യവന്മാർ രണ്ടുപേരും കൂടെ അടിയും കൊണ്ട് ആകെ ക്ഷീണിച്ച് യവന്മാരുടെ ബോട്ടിൽ വന്ന് കിടക്കുകയാണ്. ദേഹം എല്ലാം ഒരുപാട് വേദനിക്കുന്നുണ്ട്. അങ്ങനെ വേദനിച്ച് കിടക്കുമ്പോഴായിരിക്കും ഇവരെ കാണാനായിട്ട് മായ അങ്ങോട്ട് വന്നിരിക്കുന്നത്. മായ ഒരു മീൻ കൊണ്ടുവന്ന് അവന് കൊടുക്കുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ വാങ്ങുന്നില്ല. ഇവൻ വിചാരിച്ചിരിക്കുന്നത് ബോസുമായിട്ട് ബന്ധം വെച്ചത് കൊണ്ടാണ് മായയ്ക്ക് ആ മീൻ കിട്ടിയെന്നാണ്. ഇവന്റെ മനസ്സിലിരിപ്പ് മായയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ മായ അവനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരിക്കലും അല്ല, ഞാൻ എനിക്ക് കിട്ടിയ സാധനങ്ങൾ കൊടുത്തിട്ടാണ് ആ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന്. എന്നിട്ടും നമ്മുടെ ജിന്നാണെങ്കിൽ അത് വിശ്വസിക്കുന്നില്ല. അവള് പോയതോ ആ മീൻ എടുത്തോണ്ട് വന്ന് ദൂരോട്ട് എറിഞ്ഞു കളയാണ്. അനീന് നല്ല ദേഷ്യം വരുന്നുണ്ട്. കഴിക്കാനായിട്ട് ഒന്നും ഇല്ലായിരുന്നു, കിട്ടിയ മീനും എടുത്ത് എറിഞ്ഞു കളഞ്ഞു. പിറ്റേ ദിവസം ആവുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ആകെ വിഷമിച്ച് അവിടെ ഇരിക്കുകയാണ്. കഴിക്കാനായിട്ട് ഒന്നുമില്ല. പെട്ടെന്നായിരിക്കും മഴ പെയ്യാനായിട്ട് തുടങ്ങുന്നത്. ആ മഴയുടെ കൂട്ടത്തിൽ തന്നെ കുറേയധികം മീനുകൾ താഴോട്ട് വന്ന് വീഴുന്നുണ്ട്. എങ്ങനെയാ വന്ന് വീഴുന്നതെന്നും അറിയത്തില്ല, പക്ഷെ കുറേയധികം മീനുകൾ താഴോട്ട് വന്ന് വീഴുന്നുണ്ട്. ഇവന്മാർക്ക് ഇത് കാണുമ്പോഴാണ് സന്തോഷമാവുന്നത്. ഈ മീനെല്ലാം കൂടെ പറക്കിക്കൂട്ടി ഇവന്മാർ ചുട്ട് തിന്നുന്നുണ്ട്. ബാക്കിയുള്ള മീനെല്ലാം കൂടെ ഒരു മരത്തിൽ കെട്ടി തൂക്കി ഉണക്കുന്നുണ്ട്. ആ മരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അനിയനും ചേട്ടനും കൂടെ പ്ലാൻ ചെയ്യാണ്. എന്തോ വലിയൊരു പ്ലാനിങ് ഇവന്മാർ ചെയ്യുന്നുണ്ട്. പിന്നീട് ഇവന്മാർ ഈ മീനും എടുത്തിട്ട് ഷിപ്പിൽ ചെല്ലുന്നുണ്ട്. ഷിപ്പിലുള്ള ആൾക്കാർക്ക് ഈ മീൻ കൊടുത്തിട്ട് വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. ഇവർക്ക് ഉപകാരപ്പെടുന്ന കുറച്ചധികം സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് തിരിച്ച് ബോട്ടിൽ വരികയാണ്. അത് മാത്രമല്ല, കുറച്ചധികം മീൻ എടുത്തിട്ട് ക്യാപ്റ്റനെയും പോയി കാണുന്നുണ്ട്. ഗുഹയിൽ താമസിക്കുന്ന കുറച്ചധികം മനുഷ്യരില്ലേ, അവർക്കും ക്യാപ്റ്റന് മീൻ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാപ്റ്റനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ക്യാപ്റ്റനെ വെച്ച് എന്തോ പരിപാടി നമ്മുടെ ജിന്നിനുണ്ട്. അതുകൊണ്ടാണ് ക്യാപ്റ്റനായിട്ട് കൂട്ടുകൂടാനായിട്ട് നിൽക്കുന്നത്. പിന്നീട് ജിന്ന് ഒറ്റയ്ക്കാണെങ്കിൽ മായ കുളിക്കുന്ന സ്ഥലത്ത് പോകുന്നുണ്ട്. അവിടെ തന്നെ ചെറിയൊരു ഷവറിംഗ് സെറ്റപ്പ് ഉണ്ട്. അതിനകത്താണ് കുളിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് കാര്യം പറയാനായിട്ട് തുടങ്ങുകയാണ്. അവളോട് നല്ല സ്നേഹത്തിൽ സംസാരിക്കുന്നുണ്ട്. എന്നാൽ കുളിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നതാവട്ടെ ഒരു അമ്മമ്മയാണ്. ആ അമ്മമ്മയാണെങ്കിൽ അവനെ ചീത്ത പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. ഇവൻ വിചാരിച്ചിരുന്നത് അതിനുള്ളിൽ മായ ആയിരുന്നു എന്നാണ്. പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ട് മായ മുകളിൽ നിൽപ്പുണ്ട്. മായക്ക് ഇതൊക്കെ കാണുമ്പോൾ അവനോട് ചെറിയ ഇഷ്ടം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ചിരിയും വരികയാണ്. ഇതിനുശേഷം ക്യാപ്റ്റനും ക്യാപ്റ്റന്റെ ആൾക്കാരും അനിയനും പിന്നെ ക്രഷ് ആയിട്ടുള്ള മായയും ഇവരെല്ലാരും കൂടെ ഒത്തുകൂടിയിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അതുപോലെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. മായ ബോസിനെ കാണാനായിട്ട് പോയെങ്കിലും മായ ഷിപ്പിലല്ല താമസിക്കുന്നത്, പകരം ക്യാപ്റ്റന്റെ കൂടെ ഗുഹയിലാണ്. ഇപ്പൊ ഇവരെല്ലാരും കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ അനിയനാണെങ്കിൽ ക്യാപ്റ്റനോട് ഒരു കാര്യം പറയും. എത്ര നാളെന്ന് വെച്ചാൽ നമ്മൾ വഴക്ക് കൂടി ഇങ്ങനെ കഴിഞ്ഞു പോവാ. ബോസിനോട് ചെന്ന് മീനും ആഹാരങ്ങളും ചോദിച്ചാൽ അങ്ങേര് തരും, നമുക്ക് അങ്ങേരോട് പോയി ചോദിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ക്യാപ്റ്റൻ ആദ്യമൊന്നും സമ്മതിക്കത്തില്ല. നല്ല വാശി മനസ്സിലുണ്ട്. എന്നാൽ വിശപ്പ് അടക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവസാനം ബോസിനോട് സംസാരിക്കാന്ന് ക്യാപ്റ്റൻ തീരുമാനം എടുക്കും. എല്ലാ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് യാത്ര തിരികെയാണ്. എന്തായാലും ഇവർ പോകുന്ന നേരത്ത് നമ്മുടെ അനിയനാണെങ്കിൽ മായയോട് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ജിന്ന് നിങ്ങളെ തിരക്കുന്നുണ്ട്, ജിന്ന് ബോട്ടിന്റെ അവിടെ ഉണ്ട്, ആ ബോട്ടിന്റെ അങ്ങോട്ട് പൊയ്ക്കൂടെന്ന്. അങ്ങനെ മായയാണെങ്കിൽ ജിന്നിനെ കാണാനായിട്ട് ബോട്ടിന്റെ അങ്ങോട്ട് പോകും. ഇതേ നേരം തന്നെ ഇവരെല്ലാരും കൂടെ ബോസിനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. ബോസിനോട് വന്ന് മീൻ ചോദിക്കുമ്പോൾ ബോസ് ആണെങ്കിൽ ഇവരുടെ മുമ്പിലോട്ടൊരു നിയമം വെക്കുകയാണ്. അതായത് അവിടെ നിന്ന് ഒരു പഴം കൊടുക്കുമ്പോൾ ഇവര് മീൻ കൊടുക്കത്തില്ല, പകരം 2 പഴം കൊടുത്താൽ മാത്രമേ ഒരു മീനെ കൊടുക്കത്തുള്ളൂ. പക്ഷെ ആ റൂള് ക്യാപ്റ്റൻ അത്ര അടിപൊളിയായിട്ട് തോന്നത്തില്ല. അത് പറ്റില്ല എന്ന് പറയുമ്പോൾ എന്നാ നീ എനിക്ക് വേണ്ടി പണിയെടുത്താൽ മതി, ഇവിടെയൊക്കെ കിളച്ചിട്ടോന്ന് ക്യാപ്റ്റനോട് പറയും. ക്യാപ്റ്റന് നല്ല ദേഷ്യവും. അതുകൊണ്ട് തന്നെ ബോസിനെ ചെന്ന് ആക്രമിക്കുകയാണ്. ക്യാപ്റ്റന്റെ ആൾക്കാരും ബോസിന്റെ ആൾക്കാരും തമ്മിൽ അടിയാവും. മീനിന് വേണ്ടിയിട്ടാണ് ഈ അടി നടക്കുന്നത്. ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ജിന്നും അനിയനും അവിടെ നിപ്പുണ്ട്. യവന്മാര് നേരത്തെ യവന്മാരെ തമ്മിൽ അടുപ്പിക്കാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മായനെ അവിടെ നിന്ന് തൽക്കാലത്തേക്ക് മാറ്റിയത്. ഇപ്പൊ മായ എവിടെ പോയെന്ന് നോക്കിയാൽ ജിന്നിനെ തപ്പി ജിന്നിന്റെ ബോട്ടിൽ വന്നിട്ടുണ്ട്. എന്നാൽ അവിടെ വന്ന് നോക്കുമ്പോൾ ജിന്നിനെ കാണുന്നില്ല, പകരം അവിടെ ഒരു ചെടി ഇരിപ്പുണ്ട്. അത് കാണുമ്പോൾ മായയ്ക്ക് സന്തോഷമാവുകയാണ്. അങ്ങനെ ആ അടി ഒരുപാട് നേരം നീണ്ടു നിൽക്കുകയാണ്. രാത്രിയാവുന്ന സമയത്തും ഈ ജനങ്ങൾ തമ്മിൽ കിടന്ന് തല്ലാനായിട്ട് തുടങ്ങും. ഈ നേരം നമ്മുടെ ജിന്നും അനിയനും കൂടെ ആ ഷിപ്പിന്റെ മുകളിൽ കയറുകയാണ്. എന്നിട്ട് അനിയനാണെങ്കിൽ വലിയൊരു ലൈറ്റ് കത്തിക്കുന്നുണ്ട്. അവരുടെ കിട്ടിയ സാധനങ്ങൾ വെച്ച് ചെയ്ത ഒരു സെറ്റപ്പാണ്. കൈ വെച്ച് കറക്കുന്ന സമയത്ത് അതിലൂടെ കറണ്ട് പാസ്സായിട്ട് ലൈറ്റ് കത്തും. ഈ ലൈറ്റ് കത്തുന്ന നേരത്ത് എല്ലാരും അടി കൂടൊക്കെ നിർത്തുകയാണ്. അന്നേരം നമ്മുടെ ജിന്ന് വിളിച്ച് പറയാനായിട്ട് തുടങ്ങും, നിങ്ങൾ തമ്മി തല്ലി ചത്തിട്ട് എന്താണ് കാര്യം? ഈ ഐലൻഡിൽ കുറെ നാളൊന്നും നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല. പുറത്തുള്ള ലോകം നശിച്ചു പോയെന്നല്ലേ പറയുന്നത്. നമുക്ക് ഇതിലും വലിയ ഐലൻഡിൽ പോകണം, അവിടെ നല്ല സമാധാനമായിട്ട് ജീവിക്കണം, അവിടെ ഒരുപാട് ഫുഡ് കാണും. എത്ര പേര് എന്റെ കൂടെ വരുന്നുണ്ട്, വരുന്നുള്ളവർ എന്നെ ഒന്ന് സഹായിച്ചാൽ മാത്രം മതി. നമുക്ക് വലിയൊരു ഷിപ്പ് ഉണ്ടാക്കിയതിനു ശേഷം ഇവിടെ നിന്ന് തുഴഞ്ഞ് ഐലൻഡ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോ 1 വർഷം എടുത്താലും സാരമില്ല, 10 വർഷം എടുത്താലും സാരമില്ല, നമ്മൾ എങ്ങനെയെങ്കിലും അവിടെ എത്തും, നമ്മൾ പുതിയൊരു ജീവിതം തുടങ്ങും. ഇത് പറയുന്ന നേരത്ത് എല്ലാവർക്കും അത് ശരിയാണെന്ന് തോന്നും. ഇനി ഈ ഐലൻഡിൽ നിന്നിട്ട് കാര്യമൊന്നുമില്ല, വലിയൊരു ഐലൻഡ് കണ്ടുപിടിച്ചാൽ അവർക്ക് അവിടെ സ്വസ്ഥമായിട്ട് താമസിക്കാം. എന്നാൽ ഇതിനെ എതിർത്തുകൊണ്ട് ബോസ് വരുമ്പോൾ നമ്മുടെ മായയാണെങ്കിൽ അയാളെ തള്ളി മാറ്റാണ്. നിങ്ങളൊന്ന് പോയേ, ഞങ്ങളെല്ലാരും പുതിയ ഐലൻഡ് കണ്ടുപിടിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ എല്ലാരും കൂടെ മായയുടെ കൂടെ ചേരുകയാണ്. പിന്നീട് അന്നത്തെ രാത്രി ഇവരെല്ലാരും കൂടെ നൂഡിൽസ് ഉണ്ടാക്കി ആഘോഷിക്കുന്നുണ്ട്. ഇപ്പൊ പുതിയ ബോസ് മറ്റാരുമല്ല, നമ്മുടെ ജിന്നും അനിയനുമാണ്. അനിയനും ജിന്നും പറയുന്നത് ഈ ജനങ്ങളെ കേൾക്കുന്നുണ്ട്. കാരണം വേറെ വലിയ ഐലൻഡ്
കണ്ടുപിടിക്കാന്ന് അവർ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ്. ഇവരെല്ലാരും വിചാരിച്ചിരിക്കുന്നത് പുറത്തുള്ള ലോകം നശിച്ചു പോയെന്നാണ്, ഇവരാണ് അവസാനത്തെ മനുഷ്യരെന്നാണ്. അറിയില്ല ഇനിയിപ്പോ അങ്ങനാണോ എന്ന്. പിന്നീടുള്ള ദിവസങ്ങളിൽ അനിയനും അതുപോലെ തന്നെ ജിന്നും രാജാക്കന്മാരെ പോലെയാണ് അവിടെ ജീവിക്കുന്നത്. ക്യാപ്റ്റനും അതുപോലെ തന്നെ ബോസും ഇപ്പൊ ഇവരുടെ കാര്യത്തിലൊന്നും ഇടപെടാനായിട്ട് വരുന്നില്ല. ഇനി അവരെന്തെങ്കിലും എതിർത്ത് പറയുകയാണെങ്കിൽ എന്തായാലും അടി കിട്ടുമെന്ന് ക്യാപ്റ്റനൊക്കെ അറിയാം. ക്യാപ്റ്റന് മാത്രമല്ല ബോസിനും അറിയാം. അതുകൊണ്ട് തന്നെ ജിന്നിനെയും അനിയനെയും എതിർക്കാനായിട്ടൊന്നും പോകുന്നില്ല. അതുമാത്രമല്ല ജിന്നും അനിയനും ജനങ്ങളെ കയ്യിലെടുത്ത് വെച്ചേക്കാണ്. മറ്റൊന്നല്ല, ജിന്നിന്റെ അനിയന്റെ ഫോണുണ്ട്. ആ ഫോണിൽ ഇടയ്ക്ക് സിനിമയൊക്കെ ഇട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. അതുപോലെ തന്നെ പ്രൊജക്ടർ ഉപയോഗിച്ചും കാണിച്ചു കൊടുക്കും. അപ്പൊ എല്ലാ ജനങ്ങളും ഈ ഒരു സംഭവത്തിന് വേണ്ടി ഇവരുടെ കൂടെ തന്നെ നിൽക്കും. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവാണ്. ജിന്നും അതുപോലെ തന്നെ അനിയനും ഈ ജീവിതം ഒരുപാട് ആസ്വദിക്കുന്നുണ്ട്. ഒരു ദിവസം രാത്രി എല്ലാരും കൂടെ ഒരുമിച്ച് ആഘോഷിക്കുകയാണ്. കുടിച്ച് നല്ല രീതിയിൽ ഫിറ്റ് ആയിട്ടാണ് ആഘോഷിക്കുന്നത്. ഈ ആഘോഷത്തിന്റെ ഇടയിൽ കാട്ടിനുള്ളിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. വല്ലാത്തൊരു ശബ്ദം, എന്തോ മൃഗം അലറുന്നത് പോലുള്ള ശബ്ദം. എന്തായാലും ഇന്ന് ആ മൃഗത്തിനെ പിടിക്കുമെന്ന് പറഞ്ഞ് ജിന്നും അനിയനും അതുപോലെ തന്നെ ക്യാപ്റ്റനും കൂടെ കാട്ടിലോട്ട് പോകും. ഇവര് നടന്ന് ഒരു മലമുകളിൽ എത്തുകയാണ്. അവിടെ നിന്ന് താഴോട്ട് ചാടാൻ മാത്രമേ പറ്റൂ, കടലാണ് താഴെ. എന്നാൽ ഇവർ ആ കടലിലോട്ട് നോക്കുമ്പോൾ വലിയൊരു ഷിപ്പാണെങ്കിൽ അതുവഴി പോകുന്നു. അതുമാത്രമല്ല, ഷിപ്പിന്റെ മുകളിൽ പടക്കം എല്ലാം പൊട്ടിക്കുന്നുണ്ട്. ജിൻ ഈ കാട്ടിൽ താമസിച്ചിരുന്ന സമയത്ത് ഏകദേശം 14 ദിവസം കൂടുന്നതനുസരിച്ചാണ് ഈ ഷിപ്പിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരുന്നത്. മൃഗങ്ങൾ അലറിയ ശബ്ദമല്ല അവർ കേട്ടത്, പകരം ഷിപ്പ് ഹോൺ അടിക്കുന്ന ശബ്ദമാണ്. അതിന്റെ ആ ഒരു മുഴക്കമാണ് അവർ കേട്ടോണ്ടിരുന്നത്. ഇവർക്ക് മനസ്സിലായി, അതായത് ലോകമൊന്നും അവസാനിച്ചിട്ടില്ല, പുറത്ത് ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടെന്ന്. ഇത് കാണുമ്പോൾ ജിന്നിനും അതുപോലെ തന്നെ അനിയനും ഒരുപാട് സങ്കടമാണ്. ഇവരുടെ ലോട്ടറിയുടെ എക്സ്പയറി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവരുടെ ലോട്ടറി എക്സ്പയർ ആയി. ഇനി പുറത്തു പോയാലും പൈസയൊന്നും കാണില്ല. പൈസ ഇല്ലാത്തൊരു ജീവിതമായിരിക്കും ഇവര് നയിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അനിയനും ജിന്നും ആകെ വിഷമിച്ച് കാട്ടിൽ നിന്ന് പോവാനായിട്ട് നിൽക്കുമ്പോൾ അനിയൻ എന്തായാലും പുറത്തു പോകാനായിട്ട് യാതൊരു താല്പര്യമില്ല. അതുപോലെ തന്നെ ജിന്നിനും താല്പര്യമില്ല. ഇവർ രണ്ടുപേരും കൂടെ ഷിപ്പിലുള്ള ആൾക്കാരെ വന്ന് കാണാണ്. എന്നിട്ട് ഷിപ്പിലുള്ള ആൾക്കാരോട് നമ്മുടെ ക്യാപ്റ്റന് ഭ്രാന്താണ്, ക്യാപ്റ്റൻ ഷിപ്പ് കണ്ടു എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഓടിയെന്ന് പറയും എല്ലാരോടും കൂടെ. അതായത് കാട്ടിലൂടെ ഭ്രാന്തെടുത്തതുപോലെ ഓടിയെന്ന് പറയും. എന്നാൽ അങ്ങനെ ഒരു ഷിപ്പ് അവർ കണ്ടെന്നുള്ള കാര്യം അവരോട് പറയുന്നില്ല. പകരം അങ്ങനെ ഒരു ഷിപ്പൊന്നും കണ്ടിട്ടില്ല, എന്നാൽ ക്യാപ്റ്റന് ഭ്രാന്തെടുത്ത് ഓടിയെന്നാണ് പറയുന്നത്. ഇത് ബാക്കിയുള്ള ആൾക്കാരോട് പറഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് ക്യാപ്റ്റൻ വരുന്നത്. ക്യാപ്റ്റൻ സന്തോഷം കാരണം തുള്ളി ചാടിയിട്ടാണ് ഷിപ്പ് കണ്ടു, അതിനകത്ത് പടക്കം പൊട്ടിച്ചു, കുറേയധികം ആൾക്കാരുണ്ടായിരുന്നു, ഇപ്പോഴും പുറത്ത് ആൾക്കാർ ജീവനോട് ഇരിപ്പുണ്ടെന്നൊക്കെ പറയാണ്. എന്നാൽ ഇത് പറയുന്ന ആൾക്കാർ എന്താ വിചാരിക്കുക, ഇങ്ങേർക്ക് ഭ്രാന്താണെന്നാണ്. എല്ലാരും കൂടെ ഇങ്ങേരെ അവിടെ ഓട്ടിക്കാനായിട്ട് തുടങ്ങും. ക്യാപ്റ്റൻ ഓടി ഒരു അലമാരയുടെ ഉള്ളിൽ കയറുന്നുണ്ട്. ആ അലമാര എന്ന് പറഞ്ഞാല് ഇരുമ്പിന്റെ അലമാരയാണ്. യവന്മാരെല്ലാരും കൂടെ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അങ്ങേരെ അതിനകത്ത് പൂട്ടിയിട്ടതിന് ശേഷം അനിയനാണെങ്കിൽ ഒരു ഷോക്ക് അടിപ്പിക്കുന്ന മെഷീൻ എടുത്തോണ്ട് വന്ന് അലമാരയ്ക്ക് പുറത്ത് ഷോക്ക് അടിപ്പിക്കും. അങ്ങനെ ക്യാപ്റ്റന് ഷോക്ക് അടിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ ഷോക്ക് അടിച്ച് താഴെ വീഴാണ്. ഇപ്പൊ അനിയനും ചേട്ടനും കൂടെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് മനസ്സ് വരാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഈ ജീവിതം വിട്ടു പോകാനായിട്ട് മനസ്സ് വരാത്തത് കൊണ്ടാണ് ഇങ്ങനെ കള്ളത്തരം കാട്ടിവെച്ചത്. അന്ന് രാത്രി ജിന്നും അതുപോലെ തന്നെ മായയും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ്. മായയ്ക്കിപ്പോ ജിന്നിനെ ഒരുപാട് ഇഷ്ടമാണ്. ആ കാര്യങ്ങളൊക്കെ ജിന്നിനോട് പറയുമ്പോൾ ജിന്നിന് ഒരുപാട് കുറ്റബോധം വരുന്നുണ്ട്. ഈ ചെയ്യുന്നതെല്ലാം തെറ്റല്ലേ എന്ന് അവന് തോന്നുന്നുണ്ട്. പിന്നീട് ജിന്നും അനിയനും കൂടെ ഷിപ്പിൽ വന്നിരുന്ന് സംസാരിക്കുകയാണ്. ഇത് ബാക്കിയുള്ളവരോട് ചെയ്യുന്ന ദ്രോഹമല്ലേ എന്ന് അനിയനോട് ചോദിക്കുമ്പോൾ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അനിയനാണെങ്കിൽ ബോസിനെ പോയി കാണുകയാണ്. എന്നിട്ട് ബോസിന്റെ മുമ്പിലിരുന്ന് ബോസിന്റെ മോളുടെ വീഡിയോ എങ്ങനെ അനിയന്റെ കിട്ടിയിട്ടുണ്ട് അത് പ്ലേ ചെയ്യാനായിട്ട് തുടങ്ങും. അത് പ്ലേ ചെയ്യുമ്പോൾ ബോസ് ആണെങ്കിൽ ഫോണ് തട്ടിപ്പറിക്കാനായിട്ട് വരികയാണ്. എന്നാൽ അനിയൻ കൊടുക്കുന്നില്ല. പകരം എന്റെ അടുത്തോട്ട് വന്നാൽ ഞാൻ അത് ഡിലീറ്റ് ആക്കുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബോസ് കരഞ്ഞിട്ട് അവനോട് തെണ്ടാണ്, ആ ഫോൺ ഒന്ന് തന്നാൽ മതി, ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിലും തരാമെന്ന് പറയുമ്പോൾ അനിയനാണെങ്കിൽ ബോസിനോട് ബോസിന്റെ എല്ലാ പൈസയും അതുപോലെ തന്നെ എല്ലാ അസറ്റ്സും കൊടുക്കാനായിട്ട് പറയും. അതായത് വീട്, കാറ്, കമ്പനികള് എല്ലാം കൊടുക്കാനായിട്ട് പറയും. അങ്ങനെ കൊടുക്കാന്ന് പറയുന്ന ഒരു വീഡിയോ തന്നാൽ മതി എന്ന് പറയും. ബോസിന്റെ മോളെ കാണാനുള്ള ആഗ്രഹപ്രകാരം ബോസ് ആണെങ്കിൽ അനിയനോട് പറയാണ് ഞാൻ എന്റെ എല്ലാം തരാന്ന്. അങ്ങനെ ആ ഒരു വീഡിയോ എടുത്തു വെക്കുന്നുണ്ട്. അത് മാത്രമല്ല ഒരു ബുക്കിലാണെങ്കിൽ എഴുതി ഒപ്പിട്ടും വാങ്ങുന്നുണ്ട്. ബോസിന്റെ ഗതികേട് കാരണം, അല്ലെങ്കിൽ സ്വന്തം മോളെ കാണാനായിട്ട് ഒരു നിമിഷം കാണാനായിട്ടാണ് അതെല്ലാം കൂടെ എഴുതി കൊടുത്തത്. ബോസ് വിചാരിച്ചിരിക്കുന്നത് പുറം ലോകം എല്ലാം നശിച്ചു പോയെന്നാണ്. എന്തായാലും ഇത് കാണുന്ന ജിന്നിന് ഒരുപാട് ദേഷ്യം വന്നിട്ട് അനിയനെ വിളിച്ചൊരു സ്ഥലത്ത് മാറി നിന്ന് അനിയനിട്ട് ഒരെണ്ണം കൊടുക്കാണ്. എന്തിനാണ് ആ പാവം മനുഷ്യനെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്, നമ്മൾ ഈ ചെയ്യുന്നത് ഒരുപാട് തെറ്റാന്ന് പറയുമ്പോൾ അനിയനാണെങ്കിൽ ചേട്ടനോട് പറയാണ്, അതായത് ഇത്രയും നാളെ ഞാൻ നിങ്ങളുടെ കൂടെയാണ് ജീവിച്ചത്, ഒരുപാടധികം ദാരിദ്ര്യം അനുഭവിച്ചിട്ടാണ് ജീവിച്ചത്, എന്നെ കൊണ്ട് ഇനി പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ പറയുന്ന കണക്ക് കേട്ടോണം. ഇത്രയും നാളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്റെ ജീവിതം തന്നു, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കണക്ക് കേട്ടോണം. ഇനി എന്നാണോ ആ ഷിപ്പ് വരുന്നത് അന്ന് നമ്മൾ രണ്ടുപേരും ആ ഷിപ്പിൽ കയറി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. പക്ഷെ ബാക്കിയുള്ള മനുഷ്യരോട് നമ്മളിത് പറയാനായിട്ട് പാടില്ല, കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അനിയൻ അവിടെ നിന്ന് മാറിപ്പോവാണ്. ജിന്നിനിപ്പം അവന്റെ ക്രഷിനെ വിട്ട് പോകാനായിട്ട് മനസ്സ് വരുന്നില്ല. എന്നാൽ അനിയൻ പറയുന്നത് അവർക്ക് രണ്ടുപേർക്കും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാന്നല്ലേ. ജിൻ ആകെ വിഷമിച്ച് പുറത്തോട്ടിറങ്ങി വരുമ്പോൾ കുറച്ചധികം ആൾക്കാർ ജിന്നിന്റെ തലയിൽ തുണിയിട്ടിട്ട് ജിന്നിനെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോവാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ല. അവൻ ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തും. പെട്ടെന്നായിരിക്കും അവന്റെ തുണിയുടെ ഉള്ളിലോട്ട് നമ്മുടെ
മായ കയറി വരുന്നത്. എന്നിട്ട് മായ അവനോട് പ്രപ്പോസ് ചെയ്യാണ്, ഇനി എന്തൊക്കെ വന്നാലും ഞാൻ നിന്റെ കൂടെ കാണുമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് തലയിലുള്ള തുണി എടുത്ത് മാറ്റുമ്പോൾ ചുറ്റും കുറെ അധികം ആൾക്കാരുണ്ട്. ഇതെല്ലാം മായയുടെ പ്ലാൻ ആയിരുന്നു. എന്നാൽ മായ പ്രപ്പോസ് ചെയ്തതും ജിന്നിന് ഒരുപാട് റിഗ്രറ്റ് അടിക്കുകയാണ്. ജിന്ന് എല്ലാവരോടും സത്യം വിളിച്ച് പറയാനായിട്ട് തുടങ്ങും. നമ്മുടെ ക്യാപ്റ്റൻ പറഞ്ഞതെല്ലാം സത്യമാണ്, അങ്ങനെ ഒരു ഷിപ്പ് ഉണ്ട്, ഞാനും അങ്ങനെ ഒരു ഷിപ്പ് കണ്ടു എന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കത്തില്ല. എല്ലാരും വിചാരിക്കുന്നത് ജിന്നിന് ഭ്രാന്തായെന്നാണ്. അത് മാത്രമല്ല ക്യാപ്റ്റനോട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ക്യാപ്റ്റനോട് നമ്മുടെ ജിന്ന് ചോദിക്കും, നിങ്ങൾ അങ്ങനെ ഒരു ഷിപ്പ് കണ്ടോന്ന്. എന്നാൽ ക്യാപ്റ്റൻ പറയാണ്, ഇല്ല അങ്ങനെ ഒരു ഷിപ്പ് കണ്ടില്ല എന്ന്. ക്യാപ്റ്റൻ കള്ളം പറഞ്ഞതാണ്. എല്ലാരും കൂടെ ജിന്നിന് ഭ്രാന്താന്ന് വിചാരിച്ചിട്ട് ജിന്നിനെ പിടിക്കാനായിട്ട് ശ്രമിക്കും. ഇതിന്റെ ഇടയിലായിരിക്കും അനിയൻ ഷോക്ക് അടിപ്പിക്കുന്ന സാധനം കൊണ്ടുവന്നിട്ട് ചേട്ടനെ ഷോക്ക് അടിപ്പിച്ച് വീഴ്ത്തുക, അതായത് ജിന്നിനെ ഷോക്ക് അടിപ്പിച്ച് വീഴ്ത്തുക. പിന്നീട് ജിന്നാണെങ്കിൽ ആകെ വിഷമിച്ച് ഒരു സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ അങ്ങോട്ടാണെങ്കിൽ ക്യാപ്റ്റൻ വരുന്നുണ്ട്. ക്യാപ്റ്റൻ അവന്റെ മുകളിൽ വന്ന് മൂത്രമൊഴിക്കുകയാണ്. എന്നിട്ട് ജിന്നിനെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ ഭ്രാന്തനാക്കി, ഇപ്പൊ നീ സത്യം പറഞ്ഞപ്പോൾ നിന്നെ ഭ്രാന്തനാക്കിയില്ലേ, നിനക്കൊക്കെ അങ്ങനെ വേണമെന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ കളിയാക്കി ചിരിക്കുകയാണ്. ജിന്ന് എല്ലാവരോടും സത്യം പറയാനായിട്ട് ശ്രമിച്ചിട്ട് നടന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷമത്തിൽ ഒരു സ്ഥലത്ത് വന്നിരിക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് മായ വരുന്നത്. കൂടെ തന്നെ അനിയനും ഉണ്ട്. മായ വന്നിട്ട് ജിന്നിനോട് ചോദിക്കും, നിങ്ങൾ എന്നോട് കാണിച്ചതെല്ലാം കപട സ്നേഹമായിരുന്നോ, എന്നോട് നിങ്ങൾക്ക് സ്നേഹമില്ലെന്ന് ചോദിക്കുമ്പോൾ ജിന്നിനാണെങ്കിൽ ആകെ ചിരിയാണ് വരുന്നത്. അവൻ ഭ്രാന്തെടുത്തതുപോലെ അവിടെ നിന്ന് ചിരിക്കാനായിട്ട് തുടങ്ങും. മായയ്ക്ക് ആകെ വിഷമം വന്നിട്ട് അവൾ അവിടെ നിന്ന് മാറിപ്പോവാണ്. മായ മാറിപ്പോയതും അനിയൻ അടുത്തോട്ട് വരുന്നുണ്ട്. അന്നേരം ജിന്ന് മനസ്സ് മാറിയിട്ട് അനിയനോട് പറയാണ്, അതായത് എനിക്ക് മായയെ നഷ്ടപ്പെട്ടു, അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടുപേർക്കും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാം, ആരോടും പറയണ്ടെന്ന് പറയുമ്പോൾ അനിയനാണെങ്കിൽ സന്തോഷം കൊണ്ട് ജിന്നിനെ കെട്ടിപ്പിടിക്കുകയാണ്. ജിന്നിനെ കെട്ടിപ്പിടിച്ച് സമാധാനപ്പെടുത്തിയതിനു ശേഷം അനിയൻ അവിടെ നിന്ന് മാറിപ്പോകും. അന്നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ക്യാപ്റ്റൻ അങ്ങോട്ട് വരികയാണ്. ക്യാപ്റ്റൻ ചോദിക്കും, ഇത് വലിയൊരു ചതിയല്ലേ, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. എന്നാ ബാക്കിയുള്ള ആൾക്കാരെ ചതിക്കണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്തു തരണമെന്ന് പറഞ്ഞിട്ട് ജിന്നാണെങ്കിൽ ഒരു ലൈറ്റർ എടുത്ത് ക്യാപ്റ്റന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നു പോവാണ്. ഇന്നാണ് ആ ഷിപ്പ് വരുന്ന ദിവസം, അതായത് 12 ദിവസം ഇടപെട്ട് വരുന്ന ആ ഒരു ഷിപ്പ്. ഇന്നത്തെ രാത്രി എല്ലാരും കൂടെ കൂടിയിട്ട് നല്ല രീതിയിൽ കുടിച്ച് അർമാദിക്കുകയാണ്. ഇത് ജിന്നിന്റെയും അനിയന്റെയും പ്ലാനാണ്. എല്ലാരെയും കുടിച്ച് ഉറക്കി കിടത്തിയതിനു ശേഷം ഇവർക്ക് രക്ഷപ്പെട്ടു പോകാനായിട്ട് എല്ലാരും പുറത്ത് പാർട്ടി ആഘോഷിക്കുകയല്ലേ. ഇതേ നേരം ക്യാപ്റ്റൻ ആണെങ്കിൽ ആരും അറിയാതെ ഷിപ്പിനുള്ളിൽ കയറുന്നുണ്ട്. അതുപോലെ തന്നെ ഷിപ്പിനകത്താണെങ്കിൽ പെട്രോളിയം ഉണ്ട്. ആ ഒരു പെട്രോളിയത്തിന്റെ പൈപ്പ് വെട്ടി പൊട്ടിക്കുകയാണ്. ഷിപ്പിൽ മൊത്തം പെട്രോളിയം പരക്കുന്നുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, നമ്മുടെ ജിന്ന് കൊടുത്ത് ആ ഒരു ലൈറ്റർ കത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കത്തുന്നില്ല. നമ്മുടെ ജിന്നിന്റെയും അതുപോലെ തന്നെ ക്യാപ്റ്റന്റെയും പ്ലാനാണ് ഈ ഒരു ഷിപ്പ് കത്തിച്ച് വലിയൊരു തീ ഉണ്ടാക്കുക. ഈ തീ കണ്ടിട്ട് പുറത്തുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരിക. ഇതാണ് പ്ലാൻ. ഇപ്പൊ തീ കത്തിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ലല്ലോ. ഇതേ നേരം ജിന്നാണെങ്കിൽ അവിടെയുള്ള ആൾക്കാരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പുറത്ത് ഇങ്ങനെ ഒരു ലോകമുണ്ട്, നിങ്ങൾക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് താഴെ നിന്നൊരു പന്തം എടുക്കുന്നുണ്ട്, അതായത് തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിറക്. അതെടുത്തിട്ട് ബാക്കിയുള്ള ആൾക്കാരെ പീഡിപ്പിക്കുകയാണ്. എന്നിട്ട് ആ തീയും കൊണ്ട് ഓടാനായിട്ട് തുടങ്ങും. ഇവർക്ക് മനസ്സിലായി എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവിടെ നടക്കാനായിട്ട് പോവാണെന്ന്. അന്നേരമായിരിക്കും ക്യാപ്റ്റൻ പുറത്തോട്ട് ഇറങ്ങി വരുന്നത്. ക്യാപ്റ്റനും അതുപോലെ തന്നെ ജിന്നും കൂടെ ഈ മനുഷ്യരെ എല്ലാരെയും പേടിപ്പിച്ച് ആ പന്തം കൊണ്ട് ഓടാനായിട്ട് തുടങ്ങും. അത് ഷിപ്പിന് നേരെ. ഇവർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പെട്രോളിയത്തിന്റെ മണം അടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷിപ്പ് കത്തിക്കാനാ പ്ലാൻ എന്ന് മനസ്സിലായി. എല്ലാ ആൾക്കാരും കൂടെ ഇവർ രണ്ടിനെയും പിടിച്ചു വെക്കും. അതിന്റെ ഇടയിൽ ക്യാപ്റ്റൻ പന്തം എടുത്തിട്ട് ഷിപ്പിന്റെ നേരെ വലിച്ചെറിയും. എന്നാൽ ഷിപ്പിൽ പോയി വീഴുന്നില്ല, പകരം നമ്മുടെ മായയുടെ അടുത്താണ് പോയി വീഴുന്നത്. നമ്മുടെ ജിന്നി വിളിച്ചു പറയുന്നുണ്ട്, ഇപ്രാവശ്യം എന്നെ ഒന്ന് വിശ്വസിക്ക്, പുറത്ത് ലോകമുണ്ട്, ലോകം ഒന്നും അവസാനിച്ചിട്ടില്ല, ആ ഷിപ്പിലോട്ട് ആ ഒരു പന്തം വലിച്ചെറിയുമെന്ന് പറയുമ്പോൾ അവസാനമായിട്ട് ഞാൻ നിന്നെ വിശ്വസിക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു പന്തം ഷിപ്പിന് നേരെ വലിച്ചെറിയാണ്. എന്നാൽ ഷിപ്പിന് നേരെ പോയി വീഴുന്നില്ല, പകരം ഷിപ്പിന്റെ പുറത്ത് വന്ന് വീണിട്ട് അതങ്ങ് അണഞ്ഞു പോവാണ്. ഈ ഒരു കോലാഹലങ്ങളൊക്കെ നടക്കുമ്പോഴായിരിക്കും ഉറങ്ങാൻ പറ്റാതെ നമ്മുടെ ബോസ് പുറത്തോട്ടിറങ്ങി വരുന്നത്. എന്താടാ നീയൊക്കെ കിടന്ന് ബഹളം വെക്കുന്നത്, എന്നെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല എന്ന് ചോദിച്ച് പുറത്തോട്ടിറങ്ങി വന്നിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അതൊരു സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ട്. ഇപ്പം നമ്മുടെ ജിന്നിനൊരു ഐഡിയ തോന്നുകയാണ്. ജിന്നി പെട്ടെന്ന് തന്നെ ഷിപ്പിന് നേരെ ഓടി ചെന്നിട്ട് താഴെ തന്നെ ഷോക്ക് അടിപ്പിക്കുന്ന മെഷീൻ ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് ഷിപ്പിലോട്ട് ഷോക്ക് കൊടുക്കും. ഇത് മെറ്റൽ ആണല്ലോ, അതുകൊണ്ട് തന്നെ ക്യാപ്റ്റനെ ഷോക്ക് അടിക്കുന്നുണ്ട്. കയ്യിലുള്ള സിഗരറ്റ് താഴെ ചെന്ന് വീഴും. ഷിപ്പ് അങ്ങ് കത്താനായിട്ട് തുടങ്ങുകയാണ്. ഇതിന്റെ ഇടയിൽ നമ്മുടെ ജിന്നാണെങ്കിൽ അനീനെ പിടിച്ചു നിർത്തിയിട്ട് അനീനെ കെട്ടിപ്പിടിച്ച് സമാധാനപ്പെടുത്താണ്. നമ്മൾ ചെയ്യുന്നത് ഒരുപാട് തെറ്റാന്ന് പറഞ്ഞിട്ട് അവന്റെ പോക്കറ്റിലുള്ള ആ ഒരു ബുക്ക് എടുക്കുന്നുണ്ട്. അതായത് ബോസ് എല്ലാ സ്വത്തും അവന് വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതിയൊരു അഗ്രിമെന്റ് ഇല്ലേ, അത് ആ ബുക്കിനകത്തായിരുന്നു. ആ ബുക്കും തട്ടിപ്പറിച്ചിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന ഷിപ്പിലോട്ട് ഒറ്റ വലിച്ചെറിയലാണ്. ആ ബുക്ക് ഷിപ്പിൽ ചെന്ന് വീണിട്ട് കത്താനായിട്ട് തുടങ്ങും. ഇത് കാണുന്ന അനീൻ ഒട്ടും സഹിക്കുന്നില്ല. അവൻ അവിടെ ഇരുന്ന് കരയാണ്. ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയി, അതും പറ്റിച്ചുണ്ടാക്കിയതാണ്. ഇപ്പൊ ഇതെല്ലാം കൂടെ ആയതും ആൾക്കാർക്ക് എല്ലാവർക്കും കൂടെ ദേഷ്യം വരികയാണ്. ജിന്നിനെ താഴെ ഇട്ട് ചവിട്ടിക്കൂട്ടാനായിട്ട് തുടങ്ങും. ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ജിന്നി കാട്ടിലോട്ട് ഓടുകയാണ്. അവസാനം ഓടി ഓടി ഒരു കൊക്കയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. ഇനി താഴെ കടലാണ്, ഒന്നും നോക്കത്തില്ല, അവിടെ നിന്ന് താഴെ മറിഞ്ഞങ്ങ് വീഴും. അവൻ ഈ താഴോട്ട് വീഴുന്ന സമയത്ത് അവന് ദൂരെയായിട്ട് ഷിപ്പ് കാണാം. അതുപോലെ തന്നെ അവന്റെ സൈഡിലായിട്ട് ആ വലിയൊരു ഷിപ്പും കത്തുന്നുണ്ട്, ഇവര് താമസിച്ചിരുന്ന ഷിപ്പ്. എന്തായാലും ഈ വെളിച്ചം കണ്ടിട്ട് മറ്റേ വലിയ ഷിപ്പ് ഈ ഐലൻഡിലോട്ട് വരും. ഇപ്പൊ എന്തായാലും ജിന്നി താഴെ ചെന്ന് വീഴാണ്, കടലിൽ ചെന്ന് വീഴാണ്. പിറ്റേ ദിവസം ആകുമ്പോൾ ജിന്നി കണ്ണ് തുറക്കാണ്. ജിന്നി കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവൻ ഐലൻഡിൽ തന്നെ ഉണ്ട്. അവൻ പതിയെ എണീറ്റ് നടക്കാനായിട്ട് തുടങ്ങും. അവൻ നടന്ന്
പെട്ടെന്ന് നടന്ന ആ കത്തിയ ഷിപ്പിന്റെ അടുത്ത് ചെല്ലുകയാണ്. ആരെയും കാണാനായിട്ടില്ല. കുറച്ചധികം ഫുഡും വെള്ളവും മാത്രം ആ ഐലൻഡിൽ ഇരിപ്പുണ്ട്. ഇതാരാ വെച്ചെന്നറിയാതെ നിൽക്കുമ്പോഴായിരിക്കും പിന്നിലായിട്ട് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പോൾ അത് മറ്റാരും അല്ല, മായയാണ്. മായയോട് ചോദിക്കും ബാക്കിയുള്ള ആൾക്കാരൊക്കെ എവിടെ പോയെന്ന്. അവൾ പറഞ്ഞു കൊടുക്കുകയാണ്, അതായത് ബാക്കിയുള്ള ആൾക്കാരെല്ലാരും ഇന്നലെ ഇങ്ങോട്ട് ഷിപ്പ് വന്നപ്പോൾ തിരിച്ച് അവരുടെ സ്ഥലത്തോട്ട് തന്നെ പോയി. ഷിപ്പിൽ കയറി രക്ഷപ്പെട്ടു പോയി. എന്നാൽ മായ പോയില്ല. പകരം ജിന്നിന് വേണ്ടി ഈ ഐലൻഡിൽ തന്നെ കാത്തിരുന്നതാണ്. മായയ്ക്ക് അത്ര ഇഷ്ടമാണ് ജിന്നിന്. ജിന്നിന്റെ കൂടെ ചെലവഴിച്ച ഓരോ സമയം അവൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അവൾക്കിനി സിറ്റിയിലോട്ടൊന്നും പോയി താമസിക്കാനായിട്ട് വലിയ ആഗ്രഹമൊന്നുമില്ല. ജിന്നിന്റെ കൂടെ താമസിച്ചാൽ മതി. ഇവർ രണ്ടുപേരും കൂടെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ഈ മൂവിയോട് അവസാനിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.